ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ. ഇപ്പം സമയം രാവിലെ 3 മണി. ഇന്ന് ജീവിതത്തിലേക്കൊരു പുതിയ അതിഥി കൂടി കടന്നു വരികയാണ്. അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളെ കൂടെ അറിയിക്കണമെന്ന് തോന്നി. അതാണ് ഈ കിടക്കപ്പായലി ഒരു വീഡിയോ എടുക്കുന്നത്. വേറൊന്നുമല്ല, എൻ്റെ ജീവിതത്തിലൊരാഗ്രഹം ഇന്ന് സഫലമാകാൻ പോവുകയാണ്. ഒരു ലക്ഷറി കാർ എന്നുള്ളത്. ഒരിക്കൽ വണ്ടി ചോദിച്ച് കിട്ടാത്തതിൻ്റെ സങ്കടം, അല്ലെങ്കിൽ സന്തോഷം, അല്ലെങ്കിൽ ഈഗോ എന്നൊക്കെ ഇതിനെ പറയാം. ഇടയ്ക്ക് ഉറക്കം വന്നില്ല. കാരണം അറിയാമല്ലോ, നമ്മളൊരു പുതിയ വണ്ടി എടുക്കുമ്പം നമ്മളത് കിട്ടുന്നിടം വരെ ഇങ്ങനെ ഉറക്കമില്ലാതെ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു ഇത്. കുഞ്ഞിൽ സൈക്കിൾ കിട്ടുമ്പോൾ സൈക്കിൾ മേടിക്കാൻ പോകുന്ന തലേ ദിവസം അല്ലെങ്കിൽ ഇത് അറിയുവാണെങ്കിൽ അന്ന് രാത്രി ഉറങ്ങത്തില്ല. കിട്ടുന്നിടം വരെ ആ ഒരു ത്വരയുണ്ടല്ലോ, അതാണ് ഇന്ന് എനിക്ക്. ജീവിതത്തിൽ ഓരോന്ന് അച്ചീവ് ചെയ്യുമ്പോഴും അതിൻ്റെ പിന്നിൽ കഷ്ടപ്പാടിൻ്റെ കഥകളൊക്കെ ഒരുപാടുണ്ട്. ഞാൻ സമയം പോലെ അത് പറയാം. ഇപ്പോൾ ഓരോ വണ്ടി എടുക്കുമ്പോഴും എൻ്റെ മനസ്സുകൊണ്ട് എനിക്കുണ്ടാകുന്ന സന്തോഷം. ഇപ്പോൾ ഞാൻ ഇവിടെ വണ്ടി എടുക്കുക, എൻ്റെ അമ്മ പറയും, മോനെ എന്തിനാ, മതി, നമുക്കുണ്ടല്ലോ. പക്ഷെ അത് വേണം, ഇനി എനിക്ക് വേണം. കാരണം ഓരോന്നും നമ്മൾ അച്ചീവ് ചെയ്യുമ്പോഴും മനസ്സിന് എൻ്റെ ഒരു സന്തോഷമുണ്ട്, എനിക്കുണ്ടാകുന്ന സന്തോഷം. ഒരുപാട് മോട്ടിവേഷൻ തരാനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് കയ്യിൽ, എല്ലാം പതിയെ. ഞാൻ ഇതുവരെ ഇങ്ങനെ വ്ളോഗായിട്ടോ അല്ലെങ്കിൽ ഞാൻ ഇതുവരെ ഒരു ഡെയിലി വീഡിയോ ആയിട്ടോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇനി ഞാൻ ചെയ്യാൻ ഇങ്ങനെ പോവാണ്. കുറേ കാര്യങ്ങളുണ്ട്, വഴിയെല്ലാം പറയാം. അപ്പോൾ ബാക്കി വീഡിയോ റെഡി ആയിട്ട് കാണാം. ഓക്കെ. അങ്ങനെ കുളിച്ച് റെഡിയായി സെറ്റായി. ഇനി നേരെ താഴെ അമ്മയോട് പോയി യാത്ര പറഞ്ഞിട്ട് ഇറങ്ങാം. നമ്മൾ പോകുന്നത് അറിയാമല്ലോ, ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അറിയാത്തൊക്കെ ഒന്നുകൂടെ പറയുകയാണ്. നമ്മൾ മലപ്പുറത്ത് കരുവാരക്കുണ്ട് സൽഫാരിക്കാട് സഫാരി കാർസിലാണ് പോകുന്നത്. അവിടെ നിന്നാണ് നമ്മുടെ കാർ എടുക്കാൻ പോകുന്നത്. നേരെ താഴെ പോയിട്ട് അമ്മയോട് പറഞ്ഞിട്ട് ഇറങ്ങാൻ. നമ്മുടെ 2 സുഹൃത്തുക്കളുണ്ട്, അശ്വിനുണ്ട്, സോനുണ്ട്. ഞങ്ങൾ 3 പേരോടാണ് പോകുന്നത്. ഞങ്ങൾ ഒന്നേം തുടങ്ങിയതാണ്. ജസ്റ്റ് 1.5 വർഷത്തിന് മുമ്പ് ഒരു റീൽ എടുക്കാൻ വേണ്ടി വന്നതാണ് എൻ്റെ കൂടെ. പിന്നെ ഞങ്ങൾ ഒന്നിച്ച് പിന്നെ അങ്ങ് തുടർന്ന് യാത്രയായി. ചില ആഗ്രഹങ്ങൾ നമ്മൾ മറന്നാലും ദൈവം മറക്കത്തില്ല. ഒരു ക്യാപിറ്റലോ ഒരു മൂലധനോ ഒന്നുമില്ലാതെ എന്നെക്കൊണ്ട് ഇതൊക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിൽ ഓരോരുത്തരെ കൊണ്ടും ഇത് സാധിക്കും. ഒരു മോട്ടിവേഷനായിട്ട് പറയുവാൻ തന്നെ കൂട്ടിക്കോളൂ. ഞാൻ എൻ്റെ ലൈഫിലുണ്ടായ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ അടുത്ത ഓരോ വീഡിയോസായിട്ട് ഞാനിങ്ങനെ അത് പറയാം. അതുപോലെ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ല വണ്ടി എടുക്കുന്ന കാര്യം. കാരണം 2-3 വണ്ടി ഉള്ളത് കൊണ്ട് പിന്നെ എന്തിനാ ഇങ്ങനെ വണ്ടി എടുക്കുന്നതെന്നൊരു പറച്ചിൽ ഇവിടെ ഉണ്ട്, അമ്മയ്ക്കുണ്ട്. അധിക ചിലവാണ്, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ അമ്മ പറയും. അമ്മയ്ക്ക് ഈ ഒരുപാട് വണ്ടി എടുക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ പറയാതാ പോകുന്നത് കേട്ടോ. ഞാൻ വേറൊരു ആവശ്യമായിട്ട് മലപ്പുറം വരെ പോകാമെന്ന് പറഞ്ഞിട്ട് പോവാണ്. തിരിച്ചു വരുമ്പോൾ നമുക്കൊരു സർപ്രൈസ് കൊടുക്കാം. ഞാൻ എണ്ണീച്ചപ്പോഴേ വിളിച്ച്, അപ്പം താഴെ എണ്ണിച്ചിരിപ്പോൾ ഉണ്ടായിരിക്കും. നമുക്ക് നോക്കാം. എണ്ണീച്ചല്ലോ. അപ്പോൾ ഞാൻ പോയിട്ട് ലേറ്റ് ആകും വരാം കേട്ടോ. വേറൊരു കാര്യമായിട്ട് പോകുന്നതാണ്. പോയിട്ട് വരാം കേട്ടോ. ശരി. ആഹാ, നമ്മളെങ്ങനെയാ പോന്നേ? ഏത് കാറില്? താറില്. നീ പുറമെ ഇരുന്ന് നിന്റെ ഊപ്പാടുന്ന് വരും. സെറ്റ്. അവനെന്തി? അശ്വിനെ. ഇതാണ് നമ്മുടെ സുഹൃത്തുക്കൾ. നിങ്ങൾ ഇവരെ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. ഡാർക്ക് സോനു, അത് അശ്വിൻ. എന്താണ് നീ ഇങ്ങോട്ട് വരാത്തെ? അവന് മടി കേട്ടോ. അവന് ക്യാമറയ്ക്ക് മുമ്പിൽ വരാൻ അവന് ഭയങ്കര മടിയാണ്. ആ സെറ്റാക്കി തരാം. നിന്നെ നല്ലവണ്ണം കണ്ടിട്ടുണ്ടടാ? ഉണ്ട്, കണ്ടിട്ടുണ്ട്. ഞാൻ എന്നാൽ പോയിട്ട് വരാം കേട്ടോ. സുഹൃത്തുക്കളെ, അറിയത്തില്ല തിരിച്ചു വരുമ്പോൾ അറിയാം എന്താകും എന്നുള്ളത്. വണ്ടി എടുക്കുന്നത് അറിയത്തില്ല. സോനു, അമ്മയ്ക്ക് അറിയത്തില്ല വണ്ടി എടുക്കുന്നത്. തിരിച്ചു വരുമ്പോൾ എന്തുമായിരിക്കും? നിന്റെ സർപ്രൈസ് മാത്രമായിരിക്കുമോ? വലിയൊരു പൊട്ടിത്തെറിയാണ് കാണും. അശ്വിനെ എന്തുമായിരിക്കും? കഴിഞ്ഞ തവണ കൊണ്ടുവന്നപ്പോഴും കുറച്ച് വിഷയങ്ങളായിരുന്നു. അറിയത്തില്ല, നമുക്ക് നോക്കാം. വണ്ടി കൊണ്ടുവന്ന് എന്താ സംഭവം എന്നുള്ളത് നോക്കാം. ഓക്കെ. പിന്നെ സഫാരി കാർസ് വെച്ച് കാണാം. ഓക്കെ. ശരി സുഹൃത്തുക്കളെ, നമ്മളങ്ങനെ സഫാരി കാർസിൽ എത്തിയിരിക്കുകയാണ്. വിളിച്ചപ്പം എല്ലാം സെറ്റാണ്, റോജി ബ്രോ പോരെ, ബാക്കിയെല്ലാം റെഡി ആയിട്ട് കിടക്കുക എന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. ഓക്കെ. യാ മോനെ, അടിപൊളി. അയ്യോ, എന്തുവാ ഇത്? വെൽക്കം. താങ്ക് യു. വെൽക്കം. യാത്രയൊക്കെ സുഖം, സുഖമായി, ഉഷാറായി. കാര്യങ്ങൾ അടിപൊളി, ഒന്നും പറയാനില്ല. സെറ്റ്.
നമുക്ക് ചെറിയൊരു സാവകാശം തന്നതാണ്. നല്ല മഴ ഉണ്ടായിരുന്നു, നല്ല മഴയായിരുന്നു. ഇപ്പൊ മഴ സമാധാനം ഉണ്ട്. അപ്പൊ എല്ലാരും കാത്തിരിക്കാണ് വണ്ടി ഏതാ പേഴ്സണലി കുറെ ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു പറയില്ല, കമന്റ് ഇട്ടവർക്ക് സമ്മാനം ആൾക്കാർ വന്നിട്ട് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ഒറിജിനൽ ഐഡി ഞങ്ങൾ ഇടൂല, ഞങ്ങൾ വേറെ പറഞ്ഞിട്ടില്ല അല്ലേ? ഇപ്പൊ ആൾക്കാർക്ക് കാണുമ്പോ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അതെ അതെ, തീർച്ചയായിട്ടും. ഈ വണ്ടി ജോജി ബ്രോ സെലക്ട് ചെയ്യാനുള്ള കാരണമുണ്ട് അല്ലേ? അതായത് പുള്ളിക്ക് ഡെയിലി യൂസിന് പറ്റിയൊരു വണ്ടി, ഇന്ന പ്രീമിയം കാറ്റഗറിയിലായിരിക്കണം, ഇന്ന പുതിയ ഷേപ്പായിരിക്കണം, എല്ലാം കൊണ്ട് ഒത്തുണങ്ങിയതായിരിക്കണം. പിന്നെ ഞാൻ വൈറ്റിന് ഇഷ്ടപ്പെടുന്നു, ഇയാൾ ബ്ലാക്കിന് ഇഷ്ടപ്പെടുന്നു, ഒരു ബ്ലാക്ക് ഭ്രാന്തം അല്ലേ? ബ്ലാക്ക് വണ്ടി, അതായത് ഒരു യഥാർത്ഥ വണ്ടി ഭ്രാന്തം. പിന്നെ ഗിവവേയിലെ രാജകുമാരം, പിന്നെ ഒരുപാട് ആൾക്കാരെ സഹായിക്കണ അല്ലേ? ഒരുപാട് കാര്യങ്ങൾ ജോജി ബ്രോനെ പറ്റി വിശേഷിപ്പിക്കാണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ നമുക്ക് കിടക്കാം. താർല വന്നില്ലേ? വണ്ടിയെ പറ്റിയാണല്ലോ ഇപ്പോൾ എല്ലാവർക്കും അറിയാണ്ടാവും. ഇപ്പൊ എത്ര വണ്ടി യൂസ് ചെയ്യുന്നുണ്ട്? ഇതോടെ കൂട്ടി 5-6 ഉണ്ട്. വേറൊരു വണ്ടി വർക്ക് കിടക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ അസ്മോനത്ത് വേറൊരു വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിന്നോട് പറഞ്ഞ ഞെട്ടും, അത് നമ്മൾ ഞെട്ടിക്കും അല്ലേ? അതിന് വേറെ സംഭവം നമ്മളത് സ്പെഷ്യലായിട്ട് വരുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ഒരുമിച്ച് റിവീൽ ചെയ്യാം, അടിപൊളിയാക്കാം. അപ്പൊ അത് അടുത്തൊരു നെക്സ്റ്റ് സാധനം തന്നെ. അതെ, എന്റെ ഫസ്റ്റ് ചോദ്യം, എങ്ങനെ ഈ വണ്ടി പ്രാന്ത് തലക്ക് പിടിച്ച്? കുഞ്ഞിലെ തൊട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പള്ളിപ്പെരുന്നാളിനൊക്കെ പോകുമ്പോൾ എന്നെ കൊണ്ടുപോകത്തില്ല. ഞാൻ അവിടെ മണ്ണിൽ കിടന്നുരുണ്ട് നാശമായിട്ട് കൈ നിറച്ച സാധനം വരത്തില്ല, കളിപ്പാട്ടം കാര്യങ്ങളൊന്നും ഇല്ല, തിരിച്ചു വരത്തില്ല. അതുകൊണ്ട് ആ ഒരു പ്രായം തൊട്ട് എനിക്ക് വണ്ടി ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ ഉണ്ട്. വളർന്നപ്പോൾ അത് കൂടി. പിന്നെ സോഷ്യൽ മീഡിയയിലോട്ട് ഞാൻ ഫസ്റ്റ് ജോജി ബ്രോനെ കാണുന്നത് നമ്മൾ അന്ന് തന്നെ നമ്മൾ കോണ്ടാക്ട് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ഞാൻ ഇപ്പം എന്തായാലും ഒന്നും പാടെ എടുത്തു നോക്കി, കാരണം പറയുമ്പോൾ സത്യമാണ്. അന്ന് അതായത് ഈ അക്കോഡ് നിങ്ങൾ സമ്മാനം കൊടുക്കണില്ലേ, അന്ന് ഞങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ഉണ്ട്. കാരണം ഒരു ഓട്ടോമൊബൈൽ രംഗത്ത്, പിന്നെ ഒരു വണ്ടി പ്രാന്തം, പിന്നെ നമ്മളും ഈ പ്രാന്തം കൂടി സഞ്ചരിക്കുന്ന ഒരാൾ. അപ്പോൾ ഈ ഫീൽഡിൽ വരുമ്പോൾ അന്ന് മുതൽ കാണുന്ന ഒരാളാണ്. അപ്പോൾ ഇത്രത്തോളം ജെന്യൂനായിട്ട് ഒരു കാര്യത്തേക്ക് ഡെഡിക്കേറ്റ് ആയിട്ട് ഇറങ്ങി അത് വൃത്തിക്ക് ചെയ്ത് ഇപ്പം എത്ര വർഷമായി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട്? 2 വർഷം കൂട്ടും. 2 വർഷമായിട്ടില്ല. 2 വർഷമായിട്ടില്ല. അപ്പം നമ്മൾ സോഷ്യൽ മീഡിയക്ക് വന്നിട്ട് 4-5 വർഷമായില്ല, 5 വർഷത്തിൻ്റെ അടുത്തായി. ഇദ്ദേഹത്തിന് ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ 4 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ ഒരു കാര്യത്തിന് നമ്മൾ തുനിഞ്ഞ് പുറപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നമ്മൾ സക്സസ് ആവുന്ന ഇദ്ദേഹം നമുക്ക് ഒരു യഥാർത്ഥ മാതൃകയാണ്. നമ്മളെ വീഡിയോ കാണുന്നവർക്ക് ചെറിയ മോട്ടിവേഷൻ അല്ല, വലിയ മോട്ടിവേഷനാണ്. അതായത് സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കി വളർത്തി കൊണ്ടുവന്ന സ്വന്തം അക്കോടാണ്. അപ്പൊ അത് കൊടുക്കാണ്ട, അതായത് ആ അക്കോഡ് കൊടുത്തിട്ടാണ് ഇയാൾ സോഷ്യൽ മീഡിയക്ക് എൻട്രി ചെയ്യുന്നത്. അപ്പൊ അത് കൊടുക്കാണ്ടായ ധൈര്യം എന്താ? ഇത് വിജയിക്കുന്നോ അല്ലെങ്കിൽ അത് അന്ന് ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നോ? ഒരു പ്രതീക്ഷയില്ലാതെ ചെയ്താ. ഒരു പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ ഇതൊരു ഈഗോയുടെ പുറത്ത് ചെയ്താ, ഒരു വാശിപ്പുറത്ത് ചെയ്തതാ. അത് ഞാൻ പറഞ്ഞ ഒരാളോടുള്ള വാശിപ്പുറത്ത് ചെയ്താ. ഇത് സക്സസ് ആകുമെന്നോ അല്ലെങ്കിൽ നമുക്ക് ഇത്ര ആൾക്കാരിലേക്ക് എത്തുമെന്നോ ഒന്നും അറിയാതെ ചെയ്തതാണ്. പ്രതീക്ഷിക്കാതെ ചെയ്തുകൊണ്ടായിരിക്കാം ചിലപ്പം ഇന്നിങ്ങനെ ആയത്. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷ ചെയ്തിട്ടായിരുന്നെങ്കിൽ ഒന്നും ആവത്തില്ലായിരുന്നു. അത്രയുള്ള കാര്യം. തീർച്ചയായിട്ടും ഒരു അക്കോഡ് കൊടുത്ത് പിന്നെ ഒരുപാട് കാറുകൾ കൊടുക്കാൻ കഴിഞ്ഞു, ഒരുപാട് വണ്ടികൾ കൊടുത്തു. ഒരുപാട് എന്ന് വെച്ചാൽ 2-3 ബെൻസ് കൊടുത്തു, പിന്നെ 2 BMW കൊടുത്തു, പിന്നെ ഹയാബൂസ കൊടുത്തു, ഹാർലി കൊടുത്തു, പിന്നെ GT 3-4 കൊടുത്തു, പിന്നെ പോളോ കൊടുത്തു, പിന്നെ വെൻഡോ കൊടുത്തു. ഒരുപാട് അങ്ങനെ എണ്ണമില്ലാതെ കൊടുത്ത് ഇനിയും നമ്മൾ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളും ഞെട്ടും. ഒരു വണ്ടിപ്രാന്തന്മാരുടെ മനസ്സറിഞ്ഞാലേ അവരെ മനസ്സിൽ ഒരുപാട് സംഭവങ്ങളുണ്ടാവും. ചില ആൾക്കാർ കരുതി എന്താണ് ശരിക്കും പ്രാന്തന്മാരെന്ന് പറയാലോ, ഇവന് പ്രാന്താണ്, കുറേ വണ്ടി എടുക്കണോ, കുറേ പൈസ ചെലവാക്കണോ. പക്ഷെ അതുകൊണ്ട് നമുക്ക് അതെന്താണെന്ന് അറിയാം, ആ ഒരു ഫീല് മനസ്സിലാക്കുന്നവർക്ക് അത് എന്തുവാന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന വണ്ടി ഒരു യുണീക്കായിട്ട് പല സ്ഥലങ്ങളിൽ കൊണ്ടുപോകുമ്പോൾ ഇത് ഇന്നാടെ വണ്ടിയാണ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് പോകുന്ന ഇല്ലാടെ വണ്ടിയല്ലെന്ന് പറയുമ്പോൾ അത് കിട്ടുന്ന നമുക്കൊരു സുഖമാണ്. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ കണ്ടു എന്തൊരു പിന്നെ മുന്നുണ്ടായൊരു ഫീല് അല്ലേ? വണ്ടി ഇല്ലാത്തൊരു സങ്കടം അല്ലെങ്കിൽ വണ്ടി കിട്ടാത്തൊരു സങ്കടം. തീർച്ചയായിട്ടും വാശിയാണ്. എടുത്തു കൂട്ടണം, ഇനി എടുക്കും. അതെ, അതിനുവേണ്ടി കഷ്ടപ്പെടുക്കും. അപ്പൊ തീർച്ചയായിട്ടും വാശി നല്ല കാര്യത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലേ, അത് നല്ലൊരു വാശി നല്ലതാ. തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മളൊരാൾ കളിയാക്കി അല്ലെങ്കിൽ ഒരാൾ കുറ്റപ്പെടുത്തി, കളിയാക്കലല്ലേ ചവിട്ടി താത്തി, ഭയങ്കര വിഷമമായിരുന്നു. അതെ, ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിന് സത്യം ഭയങ്കര സങ്കടം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. അതെ. അപ്പൊ അത് ഇതേപോലെ കുറെ വണ്ടികൾ അച്ചീവ് ചെയ്തിട്ട് തന്നെ നമ്മൾ ആ ഒരു ടെൻഷൻ, അന്നത്തെ ആ സങ്കടം തീർക്കുക.
അല്ലേ? എനിക്ക് ഇവരുടെ മുമ്പിൽ കൂടി ഇങ്ങനെ പോകണം. അതെ അതെ അതെ, ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ. ഇനി ഒരുപാട് വാഹനങ്ങൾ എടുക്കാൻ സാധിക്കട്ടെ അല്ലേ? ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്നുണ്ട്, കൂടുതൽ ആൾക്കാരെ സഹായിക്കും. അതെന്താ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ഞങ്ങളിപ്പോൾ കുറച്ച് നേരം ഒന്ന് ഡിസ്കസ് ചെയ്ത്, അപ്പോൾ നമ്മൾ വീഡിയോയിൽ കണ്ട് ചെയ്യണതും കാണാൻ ചെയ്യണതും നമ്മൾ രണ്ട് കൂട്ടത്തിലാണെങ്കിലും ഉണ്ട്. അതായത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കരുതും ഇവർ റീച്ചിന് വേണ്ടി ചെയ്യുന്നതാണ്. ഇപ്പോൾ പുള്ളിൻ്റെ കാര്യങ്ങൾ ഞാൻ കേട്ടപ്പോൾ സത്യത്തിൽ അത്ഭുതപ്പെട്ടു. കാരണം മൂപ്പര് വീഡിയോയിൽ കാണാതെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മൂപ്പര് പറയാം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണിക്കുകയാണെങ്കിൽ 4 മില്യൺ ഇപ്പോൾ 8 മില്യൺ ആയിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു സന്തോഷ മുഹൂർത്തത്തിലാണ്. അപ്പോൾ ജോജി ബ്രോക്ക് ഈ വണ്ടി കൈമാറാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാനിന്ന് 2 ദിവസത്തെ ഓർക്കഷനുണ്ട്. ഞങ്ങൾ ദുബായിൽ നിന്ന് വന്ന് ഇന്ന് രാവിലെ വന്നതാണ്. അപ്പോൾ ഡെലിവറി നമുക്ക് കൈമാറാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അല്ലേ? ഒരുപാട് ആൾക്കാർ കാത്തിട്ടുണ്ട്, നമുക്ക് ഇതാണ് റിവീൽ ചെയ്യാം. അപ്പോൾ നമ്മൾ പിന്നെ നിങ്ങൾ പറഞ്ഞ സമ്മാനം നമുക്ക് അടുത്ത വീഡിയോയിൽ കൊടുക്കാം അല്ലേ? അടുത്ത വീഡിയോയിൽ അത് എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് കുറേ ആൾക്കാർ. അപ്പോൾ ഇനി ഡേറ്റ് അടിക്കും, ഇനി ഇവിടുന്ന് കമന്റ് ചെയ്തിട്ട് ഇനി പറ്റത്തില്ല കേട്ടോ, ഇനിയുണ്ട് നോക്കുവേ. കാരണം കമന്റ് ചെയ്ത ആൾക്കാരുണ്ട്, എവിടെ അന്വേഷിച്ച് നോക്കിയാണ്. അതിൽ അവർക്ക് നമുക്ക് സഫാരി കാർസിന്റെ വക ഒരു സമ്മാനം കൊടുക്കാം അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വണ്ടി ഒന്ന് കാണിച്ചു കൊടുത്താലോ? നിങ്ങളെ പ്രേക്ഷകർക്കും നമ്മുടെ പ്രേക്ഷകർക്കും ആകെ ക്യാമറ 4 ക്യാമറ ഉണ്ട്. ഒരുപാട് താങ്ക് യു. ഡെലിവറി പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വണ്ടി നമ്മളെ ആളുകളൊക്കെ കാണിച്ചു അല്ലേ? എന്താണ് നിങ്ങൾ സഫാരി കാർസിൽ വന്നിട്ടുള്ള ഒരു അനുഭവം? അതായത് മൂന്നാമത്തെ പ്രാവശ്യം വന്നപ്പോൾ വണ്ടി എടുത്തു. അപ്പൊ ആദ്യത്തെ അനുഭവം നമ്മൾ വന്ന് ജസ്റ്റ് ഇതായി. ഇപ്പൊ വണ്ടി എടുത്തിട്ടില്ല ഒരു അനുഭവം എന്താ സഫാരി കാർസിനെ പറ്റി? ഞാൻ ഇവിടെ വന്നപ്പം ആദ്യത്തെ വന്നപ്പോ ഉണ്ടായിരുന്നോ? ഇല്ല. രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോ പനിച്ചടക്കാം. പക്ഷെ നമ്മൾ വീട്ടിലോട്ടാ വന്നത്. ഇല്ല, ഞാൻ ഇവിടെ വെച്ച് കണ്ടില്ലായിരുന്നില്ല. ഇവിടെ ഹംദാനും അഫി ഉണ്ടായിരുന്നു. എന്താ പറയാ, നിങ്ങൾ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു, അത് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വ്ളോഗർ ആയതുകൊണ്ട് നമ്മൾ പ്രത്യേകം, പക്ഷെ ഇവിടെ വരുന്നവരെല്ലാം നിങ്ങൾ ഒരേപോലെ കാണുന്നത്. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ നിങ്ങളുടെ ക്വാളിറ്റി എന്തോന്നുള്ളത്. പിന്നെ ഇവിടെ വന്നു നമ്മൾ ഓരോ വണ്ടിയെക്കുറിച്ച് ചോദിക്കുമ്പോഴും നമ്മൾ എടുക്കോ വാട്ടവർ അത് നിങ്ങൾ നോക്കുന്നില്ല. പക്ഷേ ഓരോന്നിനും ക്ലിയർ കട്ടായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ പറഞ്ഞ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ എടുക്കില്ല, വേണ്ട കുഴപ്പമില്ല എന്ന് ആ ഒരു ഇത് വന്നപ്പോഴത്തേക്കാണ് എനിക്കിത്, ഞാൻ പറഞ്ഞില്ല, ഇത് ബ്ലാക്ക് കൂടെ വന്നപ്പോഴത്തേക്ക് എൻ്റെ കണ്ണിൽ ഇത് ഉടക്കി. ഞാൻ വേറൊരു വണ്ടി ഉദ്ദേശിച്ചാണ് വന്നത്, പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് നിങ്ങളെ മൈലേജും നിങ്ങളെ മെയിൻ്റെനൻസ് കോസ്റ്റും എല്ലാം കൂടെ ഇത് ഈ ഷേപ്പും എല്ലാം മനസ്സിന് ഇതൊരു പുതിയ മോഡലും കൂടെ ഒക്കെ ആ ഒരു ഷേപ്പ് കൂടെ വരുമ്പോഴത്തേക്ക് ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നമ്മള് വണ്ടികൾ ഇതിൽ നിർത്തുമോ അതോ പറയല്ലേ? ഞാൻ ഇവിടെ കൊണ്ട് നിർത്തത്തില്ല, ഇനി എടുക്കും. ഇത് ഒരിക്കലും എൻ്റെ ഒരു അഹങ്കാരമല്ല. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു, എനിക്ക് ആ ഒരു നല്ല വിഷമം എൻ്റെ മനസ്സിൽ ശരിക്കും തട്ടിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഇനി എടുക്കണം, വണ്ടികൾ ഇനിയും വേണമെന്നുള്ള, നമ്മൾ വേറെ ഒരു പരിപാടിക്കോ കാര്യങ്ങളോ ഒന്നും നമ്മൾ പോകുന്നില്ല. വേറെ ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും, നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ ജീവിതത്തിൽ സഫലമാക്കിക്കൊണ്ടിരിക്കുന്നത്, അതിനുവേണ്ടി കഷ്ടപ്പെടുന്നു, അത്രേ ഉള്ളൂ. കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നേടുന്നത്. അത് അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ജീവിതത്തിൽ പല ലക്ഷ്യങ്ങളുണ്ടാവുകയാണ്. നമ്മൾ ഇനി അടുത്ത വണ്ടി എടുക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പിന്നെയും കഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മൾ കക്കാനോ മൂട്ടിക്കാനോ ഒന്നും പോകുന്നില്ല, നമ്മൾ അത്രയും കഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി എടുക്കും, ഇനി തുടരും. അതെ, സെറ്റ്. നമ്മൾ ഇത് പണിയാൻ പോട്ടോ, കംപ്ലീറ്റ് പണിയും അല്ലേ? അപ്പൊ ഈ ലുക്കിലല്ലെങ്കിൽ വണ്ടി ജോജി ബ്രോന്റെ അടുത്ത് കാണാം. ബാക്കി എല്ലാം പണിയാൻ കയറ്റിയേക്കോ, എല്ലാം പണിയാൻ കയറ്റിക്കോ, പതിയെ. അതെ, എല്ലാം പണി കഴിഞ്ഞിട്ട് ഒരു വമ്പൻ വീഡിയോ. അതെ, വമ്പൻ എല്ലാം ഒന്നിച്ചിട്ടൊരു വീഡിയോ എടുക്കണം, സെറ്റാകും, അത്രേ ഉള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ഇതാണ് ജോജി ബ്രോന്റെ ഡെലിവറി അല്ലേ? അതെ. അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ വീഡിയോ കാണുന്നേ ഒരുപാട് വണ്ടി പ്രാന്തന്മാരുണ്ടാവും. നിങ്ങളൊക്കെ അല്ലേ? ഇപ്പൊ ചിലപ്പോ നമ്മളെ വീഡിയോയിൽ കമന്റ് വരലുണ്ട്, എന്നെ കൊണ്ട് സാധിക്കൂല, അത് വീഡിയോ കാണാനേ ആഗ്രഹമുള്ളൂ. പക്ഷെ ഇത് കാണണം, മനസ്സിൽ വെക്കണം, പ്രയത്നം. മക്കളെ ഞാൻ ഒന്ന് പറയാം, നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ഉറക്കം ഒഴിച്ച് നമ്മൾ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ, നമ്മൾ ഈ പറയുന്ന പോലെ കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കുരുവോളം കിട്ടത്തോളൂ. ആഗ്രഹിക്കണം, അങ്ങ് അറ്റത്ത് ആഗ്രഹിക്കണം. ഒന്ന് ചുമ്മാ അതൊക്കെ അങ്ങ് ആഗ്രഹിച്ചാലേ കിട്ടുമ്പോൾ ഉണ്ടല്ലോ അതിന്റെ സന്തോഷം വേറെയാണ്, അത്രേ ഉള്ളൂ.
ഇതാട്ടോ നമ്മുടെ സി ക്ലാസ്. ഞാൻ കുറേ ആഗ്രഹിച്ചെടുത്ത വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്യാം. ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മുടെ പേജിൽ നമ്മൾ ഇടുന്നതായിരിക്കും. നമ്മൾ ഇനിയും വണ്ടികൾ എടുക്കുന്നുണ്ട്. അപ്പോൾ സി ക്ലാസ് എടുത്തു, ഇനി വേറെ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതും എടുക്കും. നമ്മളതേപോലെ എടുക്കുന്ന വണ്ടി ഏതാണെന്നുള്ളതെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ കുറച്ച് പേര് കറക്റ്റായിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അവരെ നമ്മൾ അടുത്ത വീഡിയോയിൽ സെലക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. എന്നിട്ടൊരു സമ്മാനം, ഒരു കിടിലൻ സമ്മാനം അവർക്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പം സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദി. എൻ്റെ ആഗ്രഹങ്ങൾ ഓരോന്നായിട്ട് ഞാൻ നിറവേറ്റുവാണ്. അതിൻ്റെ കൂടെ എന്താ പറയുന്നത്, ദൈവാനുഗ്രഹം ഉണ്ടായിരുന്നു, വേറെ ഒന്നുമല്ല. അത് എൻ്റെ മിടുക്കും എൻ്റെ സാമർത്ഥ്യം ഒന്നുമല്ല. നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുക, നിങ്ങൾക്കും സാധിക്കും. കഷ്ടപ്പെടുക, എന്താ പറയുന്നത്, എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. അപ്പോൾ ഇതുവരെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും കിടിലൻ വീഡിയോസ് വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തോളൂ. ഓക്കെ.